അപ്പോൾ 64ാമത്തെ എപ്പിസോഡ് ബിഗ് ബോസ്. ഇന്നലത്തെ എപ്പിസോഡ് ജിസൈൽ ഔട്ട്, അതായത് ജിസൈൽ എവിക്റ്റഡ് ആയ ആ എപ്പിസോഡ്, അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഇന്നലെ കോസ്റ്റ്യൂംസ് ഒക്കെ ലാലേട്ടൻ്റെ അത്ര നന്നായിട്ടില്ല, പക്ഷേ ബാക്കി കാര്യങ്ങൾ ഇന്നലത്തെക്കാട്ടും കുറച്ച് നല്ലൊരു റിവ്യൂ നമുക്ക് പറയാനുണ്ട്. കുറേ കാര്യങ്ങൾ, ഷാനവാസിൻ്റെ കാര്യം, അനീഷിൻ്റെ കാര്യം, അങ്ങനെ നിരവധിയായിട്ട് ഒരുപാട് കോണ്ടന്റുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ജയിൽ ടാസ്കിനെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. ജയിലിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, അതിന് അവിടെ ഉണ്ടായ വിക്ടിം ആരാണെന്നും എന്തൊക്കെയാണെന്നും ഒക്കെ സീരിയസ് ആയിട്ട് തന്നെ ചോദ്യങ്ങളുണ്ടായി. നല്ല കാര്യം. ബിന്നി എന്ന് പറഞ്ഞ ക്യാപ്റ്റൻസിയെക്കുറിച്ചും ഒരുപാട് ചോദ്യങ്ങളും അതിനെക്കുറിച്ചുള്ള ആരോപണത്തിൻ്റെ കാരണത്തെ ചൊല്ലിയുള്ള അന്വേഷണങ്ങളും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല കാര്യങ്ങളാണ് ഇന്നലെ ചെയ്തുകൊണ്ട്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ജിസൈൽ എന്ന് പറയുന്ന കണ്ടസ്റ്റൻസ് പുറത്തായത്. അപ്പോൾ 64ാമത്തെ എപ്പിസോഡിൽ ജിസൈൽ ഔട്ടായി. ജിസൈൽ കൺഫെഷൻ റൂമിലേക്ക് പോകും എന്നാണ് പറഞ്ഞത്, പക്ഷെ കൺഫെഷൻ റൂമിലേക്ക് പോയില്ല. നേരെ പുറത്തേക്ക് തന്നെയാണ് ജിസൈൽ പോയിട്ടുള്ളത്. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് എവിക്റ്റഡ് തന്നെയാണ്. നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ഒരാളായിരുന്നു ജിസൈൽ എന്ന് പറയുന്നത്. പക്ഷേ വോട്ട് കുറവായതുകൊണ്ട് ജിസൈൽ പുറത്തു പോയി. ഇന്നലെ ലാലേട്ടൻ നല്ല നൈസായിട്ട് തന്നെ എല്ലാവർക്കും പണി കൊടുത്തിട്ട് തന്നെയാണ്, എല്ലാവരെയും നന്നായി സംസാരിച്ച് നന്നായി പറഞ്ഞു തന്നെയാണ് ഇന്നലത്തെ 64ാമത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. വീക്കെൻഡ് എപ്പിസോഡിൽ ഇന്നലെ അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് കാര്യമായിട്ട് ഇന്നലെ നമ്മളെ ഇഷ്ടപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് നമ്മളെ ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ വീക്കെൻഡ് അവസാനിപ്പിച്ചു. അപ്പോൾ ഇനി വരാൻ പോകുന്ന നിമിഷങ്ങൾ വളരെ ഹാർഡേറിയതാണെന്നും വളരെ ആലോചിച്ച് തീരുമാനിക്കുന്ന കാര്യങ്ങളാണെന്നൊക്കെ കാര്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. അതിനു മുമ്പ് ഒരു ക്യാപ്റ്റൻസി മത്സരം ഉണ്ടായിരുന്നു. ലക്ഷ്മി, ജിസൈൽ, ആദില, ഇവർ 3 പേരും പെൺകുട്ടികൾ തന്നെയാണ് വീണ്ടും ക്യാപ്റ്റൻസി മത്സരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദിലയാണ് വിജയിച്ചത്. ബാക്കി 2 പേർക്കും പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചിരുന്നു, പക്ഷേ തല കറങ്ങി. അവിടെ ഒരു കൊടി കുത്തണമെങ്കിൽ അത് തല കറങ്ങാതെ കുത്താൻ കഴിയണം. അത് അവർക്ക് പറ്റിയില്ല. ആദിലക്കത് പെട്ടെന്ന് സാധിച്ചു. അങ്ങനെ അതിലെ ക്യാപ്റ്റൻസിയായി. അത് കഴിഞ്ഞാണ് എവിക്ഷൻ്റെ ടാസ്ക് കൊടുക്കുന്നത്. എവിക്ഷനിൽ കണ്ണ് കെട്ടിക്കൊണ്ട് ആരൊക്കെയാണോ എവിക്ഷനിൽ ഉണ്ടായത് അവരെയൊക്കെ നിരത്തി നിർത്തി, നെവിനെ നിർത്തി, ജിസൈലിനെ നിർത്തി, ആദിലയെ നിർത്തി, അതിനും ഉള്ളിലുള്ള എല്ലാവരും സാബുമാൻ ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി പേര് അവിടെ നിർത്തി പച്ച ലൈറ്റ് കത്തുന്ന അനുമോളുണ്ടായിരുന്നു. അപ്പോൾ പച്ച ലൈറ്റ് കത്തുന്ന ആളൊക്കെ സേഫാണ്. അപ്പോൾ ഓരോ ആളുടെയും നേരെ ഈ പച്ച ലൈറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടേയിരിക്കുക. ഈ ചുവപ്പ് പച്ച ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഓരോരോ പേര് ഇങ്ങനെ ഘട്ടഘട്ടമായി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. അവസാനം സാബുമാനും ജിസൈലും ഒക്കെ ആയിരുന്നു. പിന്നെ സാബുമോൻ എന്തോ ലക്കാണ്. പിന്നെ ആദില, ജിസൈൽ, സാബുമാൻ. പിന്നെ സാബുമാനിലേക്ക് പച്ച ലൈറ്റിൽ കത്തിയപ്പോൾ സാബുമോൻ പെട്ടെന്ന് രക്ഷപ്പെട്ടു. അതായത് അതും സാബുമോനൊക്കെ അവിടെ ഒരു ഗെയിം കളിക്കുന്നില്ല, എന്നിട്ടും സാബുമോൻ അവിടെ ഒരു വിജയിച്ചു എന്ന് പറയുമ്പോൾ അപ്പോൾ സാബുമോനിൽ നിന്ന് നേരെ പോകുന്നത് ആദിലയും നൂറിലേക്കാണ്. ആദിലയുടെയും ജിസൈലിനെയുമാണ്. ഇവർ 2 പേരെയും പുറത്തേക്ക് കൊണ്ടുപോയിട്ടാണ് ഒരാൾ തിരിച്ചു വരുന്നത്.
മെയിൻ ഗേറ്റ് വഴി ഒരാൾ തിരിച്ചു വരികയാണ്. അത് ജിസേൽ പുറത്തായി നിന്നും ആദില ഇൻസൈഡ് ആയിലേക്കും വന്നുകൊണ്ട്. അപ്പോൾ ഒരാൾ പുറത്തായി, മറ്റൊരാൾ അകത്തായി. ഇതാണ് ഗെയിം. ഇതാണ് ബിഗ് ബോസ് ഗെയിം എന്നത് അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരാൾ അവിടെ നിന്ന് എവിക്റ്റഡ് ആവുകയും യാത്ര പോലും പറയാൻ കഴിയാതെ ജിസൈൽ അതിലൂടെ പോവുകയും ചെയ്യും. ശേഷം സ്ക്രീനിൽ അങ്ങനെയാണ് കാര്യങ്ങൾ കണ്ടത്. പിന്നെ ജിസൈൽ അവിടെ നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഒരു സ്നേഹം ഇല്ലായ്മയൊന്നും അവിടെ ഉണ്ടായില്ല. നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ട് ആ ഗെയിം അവസാനിപ്പിച്ചു. ജിസൈൽ പോയി. അങ്ങനെയായിരുന്നു, അതാണ് വേണ്ടത്. അതുതന്നെയാണ് ഈ ഗെയിമിൻ്റെ സ്ട്രാറ്റജി. അപ്പം ഈ ഗെയിം നന്നായി കളിക്കുന്നവർക്ക് നല്ലൊരു അതിൻ്റെതായ ഗുണവും ഇതൊക്കെ ഉണ്ടാവും. മോശമായിട്ട് കളിക്കുന്നവർ മോശമായ അഭിപ്രായമുണ്ടാവും. ഒക്കെ മോശമായ രീതിയിലായിരിക്കും. ഇപ്പോൾ ജിസൈൽ കുറച്ച് നെഗറ്റീവായിരുന്നു, പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ അത് പോസിറ്റീവായി. അപ്പോൾ അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഒണിയിൽ ഒരുപാട് നെഗറ്റീവ് ഉണ്ടായി, ഒണിയിൽ പുറത്തിറങ്ങിയപ്പോൾ അത് പോസിറ്റീവായി. ജിഷിന് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നു, ജിഷിൻ പുറത്തിറങ്ങിയപ്പോൾ അത് പോസിറ്റീവായി. അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവിൻ്റെ ഒരു കളിയായിരുന്നു ബിഗ് ബോസിൽ സീസൺ 7. അപ്പം ഇനിയുള്ള വിഷനും ഇനിയുള്ള വോട്ടും എങ്ങനെയൊക്കെയാണ്, നോമിനേഷനിൽ എങ്ങനെയാണ് വരിക ഒന്നും നമുക്കറിയില്ല. ഇനിയുള്ള വോട്ട് സാഹസമായ വോട്ടാണ്. പക്ഷേ ഇപ്രാവശ്യം വോട്ട് ആർക്കും നമ്മൾ കൊടുക്കാൻ തയ്യാറല്ല. കാരണം ഇനി വോട്ട് കൊടുത്ത് ഒരാൾ രക്ഷപ്പെടുന്നു എന്നൊക്കെ പറയും. നമ്മൾ ആർക്കും പെട്ടെന്ന് അങ്ങനെ വോട്ട് കൊടുക്കുന്നില്ല. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ വോട്ട് കൊടുക്കൂ. ഇനി ഗെയിം സ്ട്രാറ്റജിയിൽ മാറാൻ പോവാം. ഇനി ആവശ്യത്തിന് മാത്രമുള്ള വോട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. വെറുതെ ഇങ്ങനെ വോട്ട് കൊടുത്ത് അവരെ വിജയിപ്പിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥ. ഇനി വോട്ട് കൊടുക്കുന്നെങ്കിൽ നിർണായകമായ ഘട്ടത്തിൽ മാത്രമേ വോട്ടുകൾ അങ്ങനെ തന്നെ മതി. അല്ലാതെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ പോകുമ്പോൾ കളിയുടെ ഒരു ശൗര്യം കുറയുന്ന പോലെ. ഒണിയലൊക്കെ അവിടെ വേണമായിരുന്നു, ജിഷിന് അവിടെ വേണമായിരുന്നു, ജിസയിൽ അവിടെ വേണ്ട ഒരു കണ്ടസ്റ്റൻസ് തന്നെയാണ്. എന്നാലേ ഒരു കോണ്ടന്റ് പരമായിട്ട് ആ ഒരു ഗെയിം മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ പലരും അവിടെ വേണമായിരുന്നു, പലരും അവിടെ വേണ്ടാത്തവരുണ്ടായിരുന്നു, വേണ്ടവരും വേണ്ടാത്തവരും ഉള്ള ഒരു. പക്ഷേ ഇനി കളി മാറും. ഇനി അവിടെ ഗ്രൂപ്പിസം ഒന്നും ഉണ്ടാവില്ല. ഗ്രൂപ്പിസം സ്ട്രാറ്റജിയൊക്കെ മാറി. പക്ഷെ ഇന്നലെ അനീഷ് പറഞ്ഞു ഇവിടെ ഗ്രൂപ്പിസം ഉണ്ടെന്ന്. ഇല്ല, അവിടെ ഗ്രൂപ്പിസം എന്ന് പറഞ്ഞ ടേംസേ മാറി. ഗ്രൂപ്പിസവും ഇല്ല, ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും മാറി. ഗ്രൂപ്പിസത്തിൻ്റെ മറ്റൊരു രീതിയിലേക്കാണ് ഇനി മാറാൻ പോകുന്നത്. ഇനി ഇൻഡിവിജ്വാലിറ്റി ഗെയിം കളിക്കാൻ പോവുകയാണ്. ഇനി അവരവരുടെ കളിയാണ് ഇനി കളിക്കേണ്ടത്. ഇനി ഗ്രൂപ്പിസം അവിടെ പാടില്ല. ഈ അവസാന ഘട്ടത്തിൽ ഗ്രൂപ്പിസം ഒരിക്കലും അനിവാര്യമല്ല. ഈ സമയത്ത് ഇവർ സ്ട്രാറ്റജി മാറ്റിയേ പറ്റൂ. പുതിയ രീതിയിൽ കളിക്കണം, പുതിയ സ്റ്റൈലിൽ കളിക്കണം, പുതിയതായ ഇൻമെച്യൂർ കാണിക്കണമെന്നാണ്. ഇമ്മ്യൂണിറ്റി പവർ അത് കിട്ടാനുള്ള സാധ്യത വേണം. ഇതാണ് ബിഗ് ബോസ്. ഇത് തന്നെയാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് ഒരുപാട് ചലഞ്ചിങ് ആയ കാര്യങ്ങൾ കൊണ്ടുവന്നു, ചലഞ്ചിങ് ആയ കാര്യങ്ങളിൽ എത്തിച്ചു. എല്ലാം ബിഗ് ബോസ് ലോകത്തിന് ഗതിയറിയാതെ പറയുന്ന ആ പാട്ടിൽ ബിഗ് ബോസ് എല്ലാം കാണിച്ചു തരും. ഇറ്റ് ഈസ് ബിഗ് ബോസ്. ഈ ബിഗ് ബോസിനെയാണ് നമുക്ക് വേണ്ടത്. അനാവശ്യമായ ബിഗ് ബോസിന് ആവശ്യമില്ല. ആവശ്യമില്ലാത്ത ഘടനകൾ പറയുന്ന ബിഗ് ബോസിന് ആവശ്യമില്ല. പറയുന്നത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ബിഗ് ബോസ്. യെസ്, ദാറ്റ് ഈസ് ബിഗ് ബോസ്. അപ്പോൾ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂംസിൻ്റെ കാര്യത്തിൽ വളരെ നെഗറ്റീവായ അഭിപ്രായമാണ്. നല്ലൊരു കോസ്റ്റ്യൂംസ് കൊടുക്കുക. ഇത്രയും വലിയൊരു ആങ്കറിനെ, ഇത്രയും വലിയ ലെജൻഡിനെ അവരുടെ കോസ്റ്റ്യൂംസിന് നിലവാരമില്ലാത്ത കോസ്റ്റ്യൂം ഇട്ട് ആങ്കറിങ് ഹോസ്റ്റിന് നിർത്തരുത്. അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളാക്കണം.
എപ്പോഴും ജുബയാണോ? ഒരു ആങ്കറിന് ഒരു സമയത്ത് പോലും ഒരു ജുബ ടൈപ്പ് മാത്രമേ ഉള്ളൂ കോസ്റ്റ്യൂം. മറ്റ് കോസ്റ്റ്യൂംസ് ഒക്കെ എവിടെ? മാറ്റണം. മാറേണ്ട സമയത്ത് മാറ്റി മാറ്റി നമ്മൾ ഡ്രസ് കോഡ് കൊടുക്കണം. എന്നാലും ജുബയ്ക്ക് കുറച്ച് ഓവറല്ലേ? ലാലേട്ടനെ പോലുള്ള ആളെ ജുബ കൊടുത്ത് അത് വലിയ ഒരു തോത്തിലേക്ക് എത്തിക്കുകയല്ലേ, നെഗറ്റീവിലേക്ക് എത്തിക്കുകയല്ലേ. അത് വേണ്ട. ഒരു ഡ്രസ്സ് കൊണ്ട് ഒരാൾ നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, പല കാറ്റഗറിയിൽ പെടുത്താനുള്ള സാധ്യതയുണ്ട്. ബൈ ഫോർ